നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മളിന്ന് ആരോഗ്യപരമായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പയറ്, അല്ലേ? പയറ് വർഗ്ഗങ്ങൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. പയറിൽ നമ്മൾ രാജ്മ എന്ന് പറയുന്ന പയർ ഇഷ്ടപ്പെടുന്നവർ നമുക്കിടയിൽ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. ഈ രാജ്മ പയറിൻ്റെ ഗുണം എന്തെന്ന് നമ്മൾ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ആരോഗ്യ വിശേഷങ്ങൾ, ഇത് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം, ഇനി ഇത് കഴിക്കുമ്പോൾ ചിലർക്കുണ്ടാകുന്ന അവസ്ഥകൾ, ഇതൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഉപകാരപ്രദം തോന്നിയെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. നമ്മുടെ ജീവിത രീതിയിൽ നമ്മുടെ ആഹാരങ്ങളിൽ ചേർക്കാത്ത ഒരു പയറാണ് ഈ രാജ്മ എന്ന് പറയുന്ന ഈ വലിയ പയർ. എന്നാൽ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളിൽ, അതുപോലെ കേരളം വിട്ടു പുറത്തേക്കുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം രാജ്മ ഉപയോഗിക്കുന്നവർ ധാരാളമായിട്ടുണ്ട്. രാജ്മയിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. വേവിച്ചാൽ ചുവപ്പ് നിറത്തോടെ കാണപ്പെടുന്ന ഈ പയറിൻ്റെ ഗുണങ്ങളും, ഇത് അമിതമായിട്ട് കഴിച്ചാൽ എന്തെല്ലാം ദോഷങ്ങളും ഉണ്ടാകും നമുക്ക് നോക്കിയാലോ. അതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ രാജ്മ സസ്യ ആഹാരങ്ങളിൽ തന്നെ പ്രോട്ടീൻ്റെ മികച്ച ഉറവിടമാണ്. അതിൽ ധാരാളം ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ദഹന ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ആരോഗ്യകരമായ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്മ വൈറ്റമിൻ ബി, ഇ, കെ എന്നിവയുടെയൊക്കെ പൊട്ടാസ്യം, മാഗ്നീഷ്യം, ഇരുമ്പ് തുടങ്ങിയ ധാതുക്കളുടെയും നല്ല ഉറവിടമാണ്. രാജ്മയിലെ ഫൈബർ, പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. രാജ്മയിലെ ഫൈബറും പ്രോട്ടീനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും സഹായിക്കും. രാജ്മയിലെ ഫൈബർ മലബന്ധം തടയാനും ദഹനം സുഗമമാക്കാനും സഹായിക്കും. ഇനി ഇതിൻ്റെ മറ്റു ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ, രാജ്മയിൽ കൊഴുപ്പ് കുറവും ഫൈബർ കൂടുതലും അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് പോഷക ഗുണമുള്ള ഒരു ഭക്ഷണമാണ്. രാജ്മയിലെ പ്രിബയോട്ടിക് ഫൈബർ കുടലിലെ നല്ല ബാക്ടീരിയകളെ പോഷിപ്പിക്കുകയും ആരോഗ്യകരമായ കുടൽ മൈക്രോബയോമിനെ പിന്തുടരുകയും ചെയ്യും. ഇനി രാജ്മയുടെ ഗുണങ്ങളെപ്പറ്റി മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ പോരല്ലോ, നമ്മൾ അതിനുള്ള കുറച്ച് ദോഷവശങ്ങളുണ്ട്, അതുകൂടെ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഇത് കഴിക്കുന്ന മൂലം ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ, ഇതിലെ ഉയർന്ന ഫൈബർ ഉള്ളടക്കം കാരണം ചില ആളുകൾക്ക് ഇത് ഗ്യാസും വയറുവേദനയും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉയർന്ന ഫൈബർ ഭക്ഷണത്തിൽ കഴിക്കാൻ ശീലമില്ലാത്തവരാണെങ്കിൽ. ചില ആളുകൾക്ക് രാജ്മയോട് അലർജി ഉണ്ടാക്കാം. ഇത് ചൊറിച്ചിൽ, തുമ്മൽ, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങളിൽ കൊണ്ടുവന്നെത്തിക്കാം. ധാതുക്കളുടെ അംശം കുറയ്ക്കുന്നു. രാജ്മയിലെ ഫൈറ്റേറ്റുകൾ ഇരുമ്പിൻ്റെയും സിങ്കിൻ്റെയും ആഗീകരണം തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ചില ആരോഗ്യസ്ഥിതികൾ വർദ്ധിപ്പിച്ചേക്കാം. രാജ്മ ചില ആരോഗ്യസ്ഥിതികളെ, പ്രത്യേകിച്ച് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രോസ്റ്റ് രോഗം, അൾസറേറ്റീവ് കൊളൈറ്റീസ് എന്നിവ വർദ്ധിപ്പിച്ചേക്കാം. രാജ്മ കുതിർക്കുകയും നന്നായി പാകം ചെയ്യുകയും ചെയ്യുന്നത് ഫൈറ്റേറ്റിൻ്റെ അളവ് കുറയ്ക്കാനും പോഷകങ്ങൾ കൂടുതൽ ലഭ്യമാക്കാനും സഹായിക്കും. രാജ്മ മിതമായ അളവിൽ കഴിക്കുന്നത് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം. എല്ലാവർക്കും നന്ദി.